ഇവിടെ ആരുമില്ല. നീ ആ പെണ്ണിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി പറഞ്ഞിട്ട് വന്നോളാം. ആരെങ്കിലും വരാൻ ഞാൻ വിസിലടിക്കാം. വിസിലടിച്ച ആളെ കുട്ടി കൊന്നോളി ഞാൻ. വിസിലടിക്കാൻ പാടില്ല അല്ലേ? അടിക്കാം, പക്ഷെ അതിന്റെ അവസാനത്തെ അടിയായിരിക്കും. ഇവൻ അമ്മേനെയാണോ മോളെയാണോ കാണാൻ പോണേ? ഓ, കാമുമാരൊരു ഗതിയുടെ. എന്തായാലും ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. ലക്ഷ്മി, 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 വാതിലോർക്ക്. ലക്ഷ്മി, വാതിലോർക്ക്. ഇല്ല, ഞാൻ തുറക്കില്ല. ഒരു കുഴപ്പമില്ല. അയ്യോ, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അച്ഛനെന്താ കൂർക്ക? എനിക്ക് പേടിയാവുന്നു. വാതിൽ തുറക്ക്, ഞാൻ പറഞ്ഞ കേക്ക്. വാതിലോർക്ക്. ഈ കുറ്റിയക്കാരാ കണ്ടുപിടിച്ച്. മനസ്സിലാവില്ല. എനിക്ക് പേടിയാവുന്നു. നീ എങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചോ അവനെയും കൊല്ലും നിന്നെയും കൊല്ലും ഞാനും ചാവും. ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, അച്ഛൻ ഉറങ്ങിയിട്ടില്ല. റേഷനരി മണപ്പിച്ച് ബോധം കെടുത്താം. വേണം കുമാരി. കുറിച്ച് ഈ പഞ്ചായത്തിൽ ഞാനല്ലാതെ വേറൊരു കള്ളനോ? ഡോണ്ട് വെറി, ഞാനും സെയിം പ്രൊഫഷനാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഏത് ജയിലിലായിരുന്നു? ഞാൻ പൂജപ്പുരേതാ. കൂട്ടുകാരൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഞാൻ കണ്ടു. കൊച്ചു കള്ള. ഞാൻ സാധാരണ ഒറ്റയ്ക്ക. ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല. ഒക്കെ ചതിയന്മാരാ. എനിക്ക് നീ വീട്ടിലാ ഡ്യൂട്ടി. അപ്പൊ ഞാൻ പോട്ടെ. അയ്യോ, ഒരു കാര്യം മറന്നു. യോഗമുണ്ടെങ്കിൽ നമുക്ക് വിയ്യൂര് ജയിലിൽ വെച്ച് കാണാം. നിന്നെപ്പോ ഞാൻ പിടിച്ചാലേ കുമാരൻ ആ വീട്ടിലുണ്ട് നീ വിളിച്ചു പറയും. അത് വേണ്ട, നിന്നെന്റെ കയ്യിൽ കിട്ടും. അന്ന് കുമാരൻ ഒരു പണിയാവും ചെയ്യും. ഒന്ന് പെട്ടെന്ന് മാറുന്നത്. ഒരു കള്ളൻ കയറി. ഇനി കള്ളനാന്നും പറഞ്ഞു കുമാരനെ ഞാൻ അവര് കയറി പിടിക്കോ? ഞങ്ങൾ കണ്ടതാണെന്നേ. പിന്നെ ഏത് വഴിക്ക് പോയി? എന്താ കുറിപ്പേട്ടാ? ഒരു കള്ളം വന്നു എന്ന് പറയണു. ഇവരെ ഓടിച്ചിവിടെ കൊണ്ടുവന്നു. പിടിക്കോ? എന്നിട്ട് എല്ലാരും നോക്കി നിൽക്കണേ. പോയി നോക്കടാ. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ പോയി നോക്കാൻ. പോയി നോക്കടാ ചേട്ടാ. ഇത് കയറാൻ. അപ്പൊ ഞാൻ കള്ളനൊന്നും പറയണ്ട. ഇത് കയറാൻ അല്ല ചേട്ടാ. ഞാൻ എങ്ങോട്ടാ പോയി? എവിടെയെങ്കിലും പോ. മോളെ ലക്ഷ്മി, എവിടെ പോണേ? അച്ഛനാത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലേ? ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. താടിത്തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു.
അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ? അല്ലേടാ ഞങ്ങൾ ആളറിയാതെ ഇവിടെ കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ. പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇനി കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ച ഒരു ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞി കൂട്ടാൻ. ശരിയാക്കോ ഈ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കണ്ട ധർമ്മം തരും. ഇത് എന്ത് പറ്റി പാപ്പച്ച? എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ അവിടെ പോയി. അവനെ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി. അവളെനിക്ക് കൈവിട്ടു പോയടാ. ഒരുപാട് മോഹിച്ചിട്ടിപ്പോ. നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയ അവളന്ന് ആത്മഹത്യ ചെയ്യും. എനിക്കത് ഉറപ്പാ. നിന്റെ വർത്തമാനം കേട്ടൊന്നും ലോകത്ത് അവള് മാത്രമേ പെണ്ണുള്ളൂ. എല്ലാം നിനക്കറിയാലോ. കുഞ്ഞുനാൾ മുതല് ഇതുവരെയുള്ളതെല്ലാം. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച. അവളെനിക്ക് വേണം. നീ എന്തെങ്ങനെ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? 100 വട്ടം. എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ. രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാം. നാളെ പോയി രജിസ്റ്റർ ചെയ്യാം. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ടിരി. നിനക്ക് ഞങ്ങളില്ലടാ. ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. ഇല്ല. എന്നാ നീ പോയിക്കോ. പനിക്കൊരു വാർപ്പ് തന്നില്ല. തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ലാന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. എടി കഴിവറ പോലെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോരുത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടണ്ടായിട്ടില്ല അവൾ അറിയിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്ത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്റെ ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയടാ പിഴച്ചുണ്ടായ സന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണ് ചോദിക്കടാ തന്തയില്ലാത്തോനെ. മടിയൂടെ ശരിയാക്കി തരാം.